പ്രഭാതവന്ദനം. ഇന്ന് സ്നാപക യോഹന്നാൻ്റെ ജനനത്തിരുനാൾ ആഘോഷിക്കുന്നു. യോഹന്നാൻ എന്ന വാക്കിന്, ആ പേരിൻ്റെ അർത്ഥം തന്നെ ദൈവകൃപ എന്നാണ്. അവൻ്റെ മാതാപിതാക്കൾ സക്കറിയായും എലിസബത്തും ഒരുമിച്ച് തന്നെ പറഞ്ഞു അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. കാരണം അവർ വിശ്വസിച്ചു ഇത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവകൃപയാണ് എന്ന്. ഒരു ഇടവേള സമയത്തേക്ക് സക്കറിയ പ്രവാചകൻ ഊമനായിത്തീർന്നു എന്ന് നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ അവനോട് എന്ത് പേരിടണമെന്ന് ചോദിച്ചപ്പോൾ എഴുത്തുപലക കൊണ്ടുവരുവാൻ പറഞ്ഞു. ആ എഴുത്തുപലകയിൽ അവൻ യോഹന്നാൻ എന്ന് പേരെഴുതി. അപ്പോൾ തന്നെ അവൻ്റെ വായ് തുറക്കപ്പെട്ടു, അവൻ്റെ സംസാര ശക്തി തിരിച്ചു കിട്ടി. നമ്മുടെ ജീവിതത്തിലും എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവകരുണയാണ് ഇതിൽ പ്രവർത്തിച്ചത് എന്ന് പ്രഘോഷിക്കുമ്പോൾ നമുക്കും ഒരു അത്ഭുതം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെ കൃപയെന്ന്, ദൈവകൃപയാണ് എന്നിൽ അധ്വാനിച്ചതെന്ന് വിശുദ്ധ പൗലോസ്ലേഹയെ പോലെ പറയുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.